ഇടുക്കി ഉപ്പുതുറയിലെ കുടുംബത്തിലെ 4 പേരുടെ കൂട്ടാത്മഹത്യയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി വരുന്നു. ഇന്നലെയാണ് ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ കൂടുതലായുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഈ കുടുംബത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഉപ്പുതറ 9 ഏക്കർ പട്ടത്തമലം വീട്ടിൽ സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരാണ് ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ ഈ സജീവിൻ്റെയും ഭാര്യ രേഷ്മയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്നലെ ഉപ്പുതറയിൽ നിന്ന് ഉണ്ടായത്. ഈ വളരെ വലിയ കടബാധ്യത ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോടക്കം പ്രതികരിക്കുന്നത്. ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ ഓളം കടം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വണ്ടി ഈ അടക്കിയെടുത്തിരുന്ന വാഹനം പണയം വെച്ച് പണം എടുത്തിരുന്നു. അതിൽ കുടിശ്ശികയായതിനെ തുടർന്ന് അവിടെ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പണം മേടിച്ചിരുന്നു. അത് അവരെല്ലാം വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അയൽവാസികൾ പറയുന്നത്. ഇന്നലെ ഈ പിതാവും ഈ സജീവിൻ്റെ അപ്പനും അമ്മയും പണിക്ക് പോയിരുന്നു. അവർ തിരിച്ചു വന്ന് ഒരു 4:30 ഇത്തരത്തിൽ ഈ വീടിനുള്ളിൽ ഇവർ മരിച്ച നിലയിൽ കണ്ട് അടുത്തുള്ള അയൽവാസി വിവരം അറിയിച്ച അയൽവാസിയാണ് ഈ വീട് വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിനുള്ളിൽ കയറിയത്. പിന്നീട് ഉപ്പുതറ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തെരച്ചിൽ നടത്തി. ഒപ്പം തന്നെ ഇടുക്കി SP വിഷ്ണു പ്രദീപ് TK അടക്കമുള്ള ആളുകൾ ഇന്നലെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം എത്തി വേണ്ട പരിശോധനകളെല്ലാം നടത്തി. ആത്മഹത്യക്കുറിപ്പടക്കം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. കടബാധ്യതയാണ് എന്നുള്ള കാര്യം പോലീസും ഏകദേശം സ്ഥിരീകരിച്ച അവസ്ഥയിലാണ്. പിന്നെ ഇത് ഈ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ആണോ ഈ സജീവ് ആത്മഹത്യ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ്. ഇനി കുട്ടികളുടെ പോസ്റ്റ്മോർട്ടമാണ് നടക്കാനുള്ളത്.